നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊരിഞ്ഞ പോരിനൊടുവിൽ ഗവർണറെ തണുപ്പിക്കാൻ രാജ്ഭവനിൽ ചെന്നതാ. കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ല, പക്ഷെ ഏകദേശം ആ ഒരു മുഖഭാവമായിരുന്നു ഗവർണറിന്റേത്. 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടെ പിണറായി വിജയൻ എയറിലായിട്ടുണ്ട്. ട്രോളന്മാർ മുഖ്യന് പിന്നാലെ കൂടിയിരിക്കുകയാണ്. തീരുമ്പോൾ പണി കൊടുക്കുന്നു. രാജ്ഭവനിലും മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യനും ഗവർണറും ഇരിക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ വലിയ പൊങ്കാല. ഇതെന്താ കലിപ്പനും കാന്താരിയും കളിക്കുകയാണോ എന്നാണ് ട്രോള്. ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ ഉടക്ക് തുടരുമെന്ന് വ്യക്തമാക്കി തന്ന വേദിയായിരുന്നു ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നെങ്കിലും കേരളം ഉറ്റുനോക്കിയത് ആരിഫ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള മഞ്ഞുരുകുമോ എന്നായിരുന്നു. വിവിധ ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് വീണ്ടും രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പോരിന് കാരണമായത്. കേരളം കണ്ട ഏറ്റവും വലിയ പോരാണ് പിന്നീട് നടന്നത്. ഡൽഹിയിൽ ചെന്നിട്ടും പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഗവർണർ. ഇപ്പോൾ രാജ്ഭവനിലും ഇരുവരും തമ്മിൽ പോര്. പിണറായിയും ഗവർണറും തമ്മിൽ നടന്നത് തെരുവ് യുദ്ധമായിരുന്നു. SFIയും ഇതിൽ ചേർന്നതോടെ ഇത് സകല സീമകളും ലംഘിച്ചു. ഒടുവിൽ കളി കാര്യമാകുമെന്ന് കണ്ടപ്പോൾ സ്പീക്കർ AN ഷംസീറിനെ ഇറക്കി ഗവർണറെ തണുപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു. ആരിഫ് ഖാൻ പരിണിത പ്രജ്ഞനാണെന്ന് ഷംസീർ വന്നൊരൊറ്റ തള്ളായിരുന്നു. പക്ഷെ ആ തള്ള് പൊളിച്ച് ശിവൻകുട്ടി കുളമാക്കി കയ്യിൽ കൊടുത്തു. ഗവർണർ സംസ്കാരമില്ലാത്തവനാണെന്ന് ഒരൊറ്റ ഡയലോഗ് അടിച്ചു. അങ്ങനെ സ്ഥിതി തണുപ്പിക്കാൻ നോക്കിയിട്ടും തേഞ്ഞൊട്ടി. ആ പോരിനെല്ലാം ശേഷം ഗവർണറും മുഖ്യനും ഇപ്പോഴാണ് മുഖാമുഖം കാണുന്നത്. അത് അതിലും വലിയ കോമഡിയായി. ട്രോളന്മാർക്ക് വീണ് കിട്ടിയതോ ചാകര. ഗവർണറെയും മുഖ്യനെയും കലിപ്പനും കാന്താരിയുമാക്കി. സർക്കാരിന്റെ മുഖം മിനുക്കാൻ വേണ്ടിയുള്ള പുനഃസംഘടനാ ചടങ്ങിൽ വെച്ചാണ് ദീർഘകാലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും പരസ്പരം ഒരു വേദിയിൽ എത്തുന്നത്. എന്നാൽ ചടങ്ങിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പരസ്പരം മിണ്ടാൻ ഇരു നേതാക്കളും തയ്യാറായില്ല. കടുത്ത പിരിമുറുക്കം ഇരു നേതാക്കളിലും പ്രകടമായിരുന്നു. വേണമെങ്കിൽ പരസ്പരം മഞ്ഞുരുകാനുള്ള വേദിയായിരുന്നു ഇത്. എന്നാൽ അത്തരമൊരു നീക്കം 2 കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. വേദിയിൽ അടുത്തടുത്തായി ഇരുന്നിട്ടും പരസ്പരം നോക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തില്ല. മുഖ്യമന്ത്രിയും ഗവർണറും 2 ശത്രുക്കളെ പോലെയാണ് ആ വേദിയിലിരുന്നത്. ചടങ്ങ് ആരംഭിച്ചതു മുതൽ ഇരുവരും പരസ്പരം മുഖത്തുപോലും നോക്കിയിട്ടേയില്ല. മാത്രമല്ല അവിചാരിതമായി പോലും പരസ്പരം കണ്ണുടക്കാതിരിക്കാനും നേതാക്കൾ ശ്രദ്ധിച്ചു. ഗണേഷ് കുമാറും കടന്നപ്പള്ളിക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശേഷം ഉടൻ തന്നെ ഗവർണർ വേദിയിൽ നിന്നും മടങ്ങി. ചടങ്ങ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാതെയാണ് ഇറങ്ങിപ്പോയത്. ഇത് ഇരുവരും തമ്മിലുള്ള ഭിന്നത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഇതിനു പിന്നാലെ മന്ത്രിമാരെ അഭിനന്ദിച്ച ശേഷം മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ ഒരൊറ്റ പോക്കായിരുന്നു. പരസ്പരം സംസാരിക്കാനോ ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ ഇരുവരും തയ്യാറായില്ല. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും തുടരുമെന്നതിന്റെ സൂചനയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഇരുവരും തമ്മിലുണ്ടായിരുന്ന നിമിഷങ്ങൾ. മുഖ്യമന്ത്രിയെ കൂടാതെ പുതിയ മന്ത്രിമാർ ഒഴികെയുള്ള മറ്റു മന്ത്രിമാരും ചായ സൽക്കാരം ബഹിഷ്കരിച്ചു. AK ശശീന്ദ്രനും പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മാത്രമാണ് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്. എന്തായാലും ഈ സംഭവം എടുത്തിട്ട് അലക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാണ്. ഇത് അടുത്ത കാലത്തൊന്നും തീരില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. ഇതിപ്പോൾ ഭാര്യ വീട്ടിൽ പോയതുപോലെയായി മുഖ്യമന്ത്രി രാജ്ഭവനിൽ ചെന്ന് കയറിയതെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിക്കാൻ ചെന്ന് കയറിക്കൊടുത്തതാ. പക്ഷേ ഗവർണർ ഒരു ലുക്ക് പോലും കൊടുത്തില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയും എയർ പിടിച്ച് തന്നെ അങ്ങിരുന്നു. ബിൽഡപ്പ് വിട്ടുകൊടുത്തുള്ള കളിയൊന്നും ഞങ്ങൾക്കില്ല. അതാണ് ഈ ഡബിൾ ബാരലിന്റെ ഒരു ശീലം തുടങ്ങി വലിയ ട്രോളുകളും കമന്റുകളും ഒക്കെയാണ് വരുന്നത്. എന്തായാലും അടി ഇനി കുറച്ചുകൂടെ കടുക്കുമെന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.